Hi, good evening everyone. So let's start. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ UGC നെറ്റ് സിലബസിലെ പേപ്പർ 1-ലെ 9th ടോപ്പിക് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീപ്പിൾ, ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്നീ ബേസിക് ഏരിയാസിനെ പറ്റിയായിരിക്കും. ആൻഡ് ദിസ് വിൽ ബി ദി ഫസ്റ്റ് ലെക്ചർ. സോ ലെറ്റ്സ് ചെക്ക് ദി സിലബസ് ഫസ്റ്റ്. ഈ ഒരു ഏരിയയുടെ, അതായത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഏരിയയുടെ ടോട്ടൽ സിലബസ് ഇതാണ്. ആൻഡ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്ന ഏരിയാസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ടത് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനും ഓക്കെ നമ്മൾ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട ഏരിയാസിനെ പറ്റി പറയായിരുന്നു. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റിയും ക്ലിയർ ആയിട്ട് അറിയാം. ദെൻ പിന്നീടായിട്ട് രണ്ടാമത്തെ ടോപ്പിക് ഹ്യൂമൻ എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ. ഹ്യൂമൻ എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്, അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിച്ച് ഹാവ് ബാഡ് ഇമ്പാക്ട് ടു ദി എൻവയോൺമെന്റ്, അതെന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നീടുള്ളത് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പറ്റിയാണ്. ബേസിക്കലി എയർ പൊല്യൂഷൻ, ദെൻ ഡിഫറെന്റ് പൊല്യൂട്ടൻസും പൊല്യൂഷനെ പറ്റിയും അറിഞ്ഞിരിക്കണം, ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി അറിഞ്ഞിരിക്കണം, ദെൻ പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 3 ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് വരുന്നത് നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ്. സോ റിസോഴ്സസ് ഓഫ് എനർജി, സോളാർ, വിൻഡ്, സോയിൽ, ഹൈഡ്രോ, ഇതിലേതെങ്കിലും ഒരു റിസോഴ്സിനെ പറ്റി അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതോടൊപ്പം ലാസ്റ്റ് നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ബേസിക്കലി മുമ്പ് ഉണ്ടായിരുന്ന എന്തെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു നാച്ചുറൽ ഹസാർഡിനെ പറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ആക്ടിനെ പറ്റിയോ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഐ എം ഓഡിബിൾ, റൈറ്റ്? Okay, so let's start with the first topic. That is Millennium Development Goals and Sustainable Development Goals. So what do you mean by Millennium Development Goals? Actually 2000 സെപ്റ്റംബറിലാണ് UN അസംബ്ലി ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. ഈ റെസൊല്യൂഷന്റെ പേരാണ് മിലേനിയം ഡിക്ലറേഷൻ. ഓക്കെ, ഓൺ ദാറ്റ് ഒക്കേഷൻ all the 189 members of member states of United Nations committed themselves to work on an agenda that would tackle the most evident factors of poverty and injustice. So നിലവിലുള്ള പോവർട്ടി ആൻഡ് ഇൻജസ്റ്റിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നു. ഈ അജണ്ട സൈൻ ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള 189 കൺട്രീസ് ഒരുമിച്ച് ഇരുന്നുകൊണ്ടാണ്. അത് സംഭവിച്ചത് 2000-ലാണ്. അതുകൊണ്ടാണ് അത് മിലേനിയം ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ടത് വാട്ട് യു മീൻ ബൈ മിലേനിയം ഡിക്ലറേഷൻ ഓർ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബ്രീഫ് ബാക്ക്ഗ്രൗണ്ട്. 2000 സെപ്റ്റംബർ UN ജനറൽ അസംബ്ലി മീറ്റിംഗ്. ഈ UN ജനറൽ അസംബ്ലി മീറ്റിംഗിൽ ദേ ഡിസൈഡഡ് ടു ക്രിയേറ്റ് എ ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു റിമൂവ് പോവർട്ടി ആൻഡ് ഇൻജസ്റ്റിസ്, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എല്ലാ മെമ്പർ കൺട്രീസും കൂടി കൈകോർത്തുകൊണ്ട് ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്യുകയുണ്ടായി. ഓക്കെ, ദേ സെറ്റ് 8 ഗോൾസ്, 18 ടാർഗറ്റ്സ് ആൻഡ് 48 ഇൻഡിക്കേറ്റേഴ്സ്. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 8 ഗോൾസ്, 8 ബേസിക് ഗോൾസും 18 ടാർഗറ്റ്സും 48 ഇൻഡിക്കേറ്റേഴ്സും ആ ഒരു ഇയറിൽ സെറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഇതിന്റെ ടൈം പീരീഡ്, ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2015 ആണ്. 2015-നുള്ളിൽ ഇവർ ഈ പറയുന്ന ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യണം എന്ന് എയിം ചെയ്തിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ബേസിക് ഇൻട്രൊഡക്ഷൻ ഇൻ റിലേഷൻ ടു മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദി ഗോൾസ്. ഫസ്റ്റ്, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ഫസ്റ്റ് തിങ്, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് and eradicate extreme poverty and hunger.
So first thing is improve maternal health plus extreme poverty ഹങ്കറും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കുക. രണ്ടാമതായിട്ട് കോമ്പാറ്റ് HIV or AIDS, malaria and other diseases. അതോടൊപ്പം അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. മൂന്നാമതായിട്ട് എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ദെൻ ഇതോടൊപ്പം നമുക്ക് പറയാം പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. സോ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ജെൻഡർ ഇക്വാലിറ്റിയും വിമൻ എംപവർമെന്റും എൻഷുർ ചെയ്യുക. അടുത്തതായി എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ബർത്തിലുള്ള ചൈൽഡിന്റെ ഡെത്ത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഫിഫ്ത്ത് ഗോൾ ഈസ് ടു ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ദാറ്റ് വി ഓൾറെഡി സെഡ്. സോ ലെറ്റ് മീ ഞാൻ പറഞ്ഞതിലൊരു എറർ വന്നിട്ടുണ്ട്. സോ ആ ഒരു നമ്പറിങ്ങിന്റെ പ്രശ്നമായിരുന്നു. എനിവേ ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് വൺ ഈസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി. സെക്കൻഡ്, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. തേർഡ്, promote gender equality and empowerment of women. Fourth, reduce child mortality. And fifth one is improve maternal health. Sixth, combat HIV, AIDS, malaria and other diseases. Then seventh, ensure environmental sustainability. And eighth one is a global partnership for development. Okay, ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞു ബിക്കോസ് ആ ഒരു പിക്ചറിലുള്ള ഒരു വേഗ്നെസ് കാരണമായിരുന്നു. എനിവേ 8 ബേസിക് ഗോൾസ്, ഇതാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഏതൊക്കെയാണ് എന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്നോ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്നോ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 8 ഗോൾസ് ആണ്. ഒന്നാമതായിട്ട് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി. 2000 സിനാരിയോ ആലോചിച്ച് നോക്കുക. അതിൽ നിന്നും വേഴ്സ് ആയിട്ടാണ് പ്രസന്റ്ലി പോയിരിക്കുന്നത്. ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു, ഇവൻ ദോ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് അഗെയിൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ബേസിക് ഗോൾ വാസ് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി. സെക്കൻഡ്, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഓൾ ഓവർ ദി വേൾഡ് അവർക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ദെൻ പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി. രണ്ട് രീതിയിലുള്ള ഒരു ഡിസ്പാരിറ്റി അവോയ്ഡ് ചെയ്തുകൊണ്ട് ബോത്ത് ജെൻഡറിനെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഫോർത്ത്, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ഫിഫ്ത്ത്, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. സിക്സ്ത്, HIV പോലുള്ള അല്ലെങ്കിൽ മറ്റു ഡിസീസസിനെ, മലേറിയ ആൻഡ് അതർ ഡിസീസസ്, അതിനെല്ലാം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. ആൻഡ് സെവൻത് വൺ ഈസ് എൻഷുർ സസ്റ്റൈനബിൾ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. വാട്ട് യു മീൻ ബൈ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി? എന്താണ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി? സസ്റ്റൈനബിലിറ്റി മീൻസ് ലീവിങ് സംതിങ് ഫോർ ദി ഫ്യൂച്ചർ. നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ മൊത്തമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ പാടില്ല. സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് മീൻസ് വി മസ്റ്റ് പ്രിസർവ് സംതിങ് ഫോർ ദി ഫ്യൂച്ചർ ജനറേഷൻസ് ആസ് വെൽ. അതാണ് സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്ഡ് ആയിട്ടും ഡെവലപ്പിംഗ് ആയിട്ടും പോകുന്ന ഒരു സിനാരിയോ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കൈകോർത്തുകൊണ്ട് എല്ലായിടത്തും ഡെവലപ്മെന്റ് വരുന്ന രീതിയിൽ ആക്ട് ചെയ്യുക. ഇത്രയുമാണ് ഗോൾസ് ഓഫ് മിലേനിയം ഡെവലപ്മെന്റ് അജണ്ട ഓർ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നറിയപ്പെടും. എനി ഡൗട്ട്സ്? Okay. So let's check one by one. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം. അതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇന്ന ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഈ ഒരു ഏരിയ, അതായത് എൻവയോൺമെന്റിനകത്തുനിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയണം. സോ ഫസ്റ്റ് ഗോൾ ഈസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ ഗോളിന് വേണ്ടി ഡിഫറെന്റ് ടാർഗറ്റ്സ് ഈ ഒരു അജണ്ട പ്രകാരം ക്രിയേറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഈസ് halve between
1990 and 2015, the proportion of people whose income is less than $1.25 a day. അതായത് 2015 ആകുമ്പോഴേക്കും $1.25 മാത്രം ഇൻകം ഉള്ള ഇൻഡിവിജ്വൽസിനെ ഇല്ലാതാക്കുക. മീൻസ് അതിൽ കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക കാര്യങ്ങൾ. രണ്ടാമത്തെ ടാർഗറ്റ്, അച്ചീവ് ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ആൻഡ് ഡീസന്റ് വർക്ക് ഫോർ ഓൾ ഇൻക്ലൂഡിംഗ് വിമൻ, യങ് പീപ്പിൾ. സോ ബേസിക്കലി പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടാർഗറ്റ്. മൂന്നാമത്തെ ടാർഗറ്റ്, have between 1990 and 2015 the proportion of people who suffer from hunger സഫർ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലും ഉണ്ടാകാൻ പാടില്ല. അവരെ മൊത്തമായിട്ട് ഹങ്കർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും രക്ഷിക്കുക. ബേസിക്കലി ഹംഗ്രി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലാതെ ആക്കുന്ന സിറ്റുവേഷൻ, പട്ടിണി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മീനിങ്ങിൽ. സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് ഗോൾ. ഫസ്റ്റ് ഗോളുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ടാർഗറ്റ് പറഞ്ഞു. എല്ലാ ടാർഗറ്റും എയിം ചെയ്യുന്നത് ഈ ഗോൾ അച്ചീവ് ചെയ്യാനാണെന്ന് ഓർത്തേക്കുക. അതാണ് പ്രധാനമായിട്ടും ആ ഒരു രീതിയിലാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അറേഞ്ച് ചെയ്തിരുന്നത്. ഓക്കെ, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എങ്ങനെ പോവർട്ടി ആൻഡ് ഹങ്കർ ഇറാഡിക്കേറ്റ് ചെയ്യാം? അതിനുവേണ്ടി ഫസ്റ്റ് ടാർഗറ്റ് വാസ് മിനിമം ഡെയിലി റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് $1.25 എങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ കുറവുള്ള ഇൻഡിവിജ്വൽസ് ഇല്ലാതെയാകുക, അതായത് അതിൽ കൂടുതൽ റെമ്യൂണറേഷൻ എല്ലാവർക്കും കിട്ടണം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഫുൾ എംപ്ലോയ്മെന്റ്. അതിനകത്തൊരു ജെൻഡർ പാരിറ്റി ഉണ്ടാകാൻ പാടില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമതായിട്ട് ഹങ്കർ സഫർ ചെയ്യുന്ന ആരും തന്നെ ഇല്ല, സീറോ ഹങ്കർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഗോൾ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. അതിലൊരു ടാർഗറ്റ് പറഞ്ഞിരുന്നത് എൻഷുർ ദാറ്റ് ബൈ 2015 children everywhere, boys and girls alike, will be able to complete a full course of primary schooling. ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ലോകത്തുള്ള എല്ലാവർക്കും 2015 കൂടി കിട്ടണം. അതായത് കുട്ടികൾക്ക് എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയത്. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്ന് പറയും. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഇത് പാസ്സാക്കുന്നത് 2002 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പുതിയ ആർട്ടിക്കിൾ ആഡ് ചെയ്തു. ഈ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനെ പറ്റിയാണ്. ഓക്കെ, ബിക്കോസ് ഇത് നമ്മളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. ആർട്ടിക്കിൾ 21A, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതായത് ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഗ്രൂപ്പ് 6 to 14 ഹാവ് ദി റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 21 എന്താണ്? ആർട്ടിക്കിൾ 21 എന്നറിയോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? എനിവൺ? ഐ എം വെയിറ്റിംഗ്. പെട്ടെന്ന് പറയൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 എന്താണ്? നോ ഐഡിയ? നോ ഐഡിയ? ഇറ്റ് ഈസ് റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ജീവിക്കാനുള്ള അധികാരം. അതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഇതെല്ലാം നമ്മളുടെ മൗലികാവകാശങ്ങളാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ടു പ്രൈവസി ഈസ് എ പാർട്ട് ഓഫ് റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് അതിന്റെ ഭാഗമായിട്ട് റൈറ്റ് ടു പ്രൈവസി എന്ന് നമുക്ക് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഒരു ആനിമൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുക എന്ന് പറയുന്നതല്ല. റൈറ്റ് ടു ലൈഫ് വിത്ത് പേഴ്സണൽ ഡിഗ്നിറ്റി ഓർ പേഴ്സണൽ ലിബർട്ടി എന്നാ പറയുന്നത്. അതായത് നമുക്ക് കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇൻ ദി സെൻസ് വി നീഡ് ഫെയർ എൻവയോൺമെന്റ്, വി നീഡ്
ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്, അതായത് റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു ഷെൽട്ടർ, ഇതെല്ലാം റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമായിട്ട് തന്നെ പല കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഐ മീൻ പല ഡിസിഷൻസ് പ്രകാരം സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്. ഓക്കെ, സോ റീസെന്റ് ഇപ്പോൾ പറഞ്ഞ റൈറ്റ് ടു പ്രൈവസി, ശശി തരൂരിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് റൈറ്റ് ടു പ്രൈവസി ഒരു ബേണിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ വർഷം വന്നിരുന്നു. അതായത് ശശി തരൂർ ഒരു കേസ് ഫയൽ ചെയ്തു. ഇറ്റ് ഈസ് ഹേബിയസ് കോർപ്പസ്, ലൈക്ക് ഹേബിയസ് കോർപ്പസ് അല്ല, സോറി, ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള ഒരു പ്രൊവിഷൻ ആണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി കുറച്ച് റിട്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തരുന്നുണ്ട്. ആ റിട്സ് എല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. ഓക്കെ, ഈ റിട്ട് പ്രകാരം എനിക്ക് റൈറ്റ് ടു പ്രൈവസി ഉണ്ട്. ശശി തരൂർ ഐ മീൻ ഇഷ്യൂ സംഭവിച്ചത് അന്നത്തെ വാർത്തകൾ വായിച്ച ആളുകൾക്ക് മനസ്സിലാവും. ഇഷ്യൂ ഇതായിരുന്നു, സുനന്ദ പുഷ്കർ മർഡർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാതിരിക്കാനുള്ള അധികാരമുണ്ട്, പ്രതികരിക്കാതിരിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു റിട്ട് ഫയൽ ചെയ്തു. മീൻസ് ഐ ഹാവ് ദി റൈറ്റ് ടു പ്രൈവസി ആൻഡ് റിമെയിൻ സൈലന്റ്. അത് പറയുന്നതും ആർട്ടിക്കിൾ 21-ൽ തന്നെയാണ്. സുപ്രീം കോടതി എഗ്രി ചെയ്യുന്നു. ബിക്കോസ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊവിഷനും ഒരു ലോയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ 21-ാമത്തെ അനുച്ഛേദത്തിൽ 21-ാമത്തെ ആർട്ടിക്കിൾ സെപ്പറേറ്റ് ആയിട്ട് 21A എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യുന്നു 2002-ൽ. ഇതിന്റെ ബേസിക് പർപ്പസ് 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷനുള്ള അധികാരമുണ്ട്, മീൻസ് അവകാശമുണ്ട്. അത് കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതായത് ഈ പ്രായത്തിനിടയിലുള്ള ഒരു കുട്ടി ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചെന്നിട്ട് എനിക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കണം, അതാണ് അതിന്റെ അർത്ഥം. ഗിവൺ സീറ്റ്സ് ആർ വേക്കന്റ്. ഓക്കെ, ഇതാണ് ഈ പ്രൊവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാക്കി മാറ്റുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗോൾ എന്തായിരുന്നു? അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഈ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ മിലേനിയം ഗോളുമായി ഒരുമിച്ച് പോകാൻ വേണ്ടിയാണ് നമ്മളത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയത്. 2002 വരെ ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നില്ല, 2002 തൊട്ട് ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, സോ ദി എയിം വാസ് ടു എൻഷുർ full course of primary schooling for all children below the age of 14. അത് തന്നെയാണ് ഈ ടാർജറ്റും വെച്ചിരുന്നത്. അതേ രീതിയിൽ തന്നെ ടാർജറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്തു. സോ രണ്ടെണ്ണം ക്ലിയർ ആണോ? ഫസ്റ്റ് 2 ഗോൾസ്. Let's move on to the third one. Promote gender equality and women empowerment. സോ ജെൻഡർ ഇക്വാലിറ്റിയും എംപവർമെന്റ് ഓഫ് വിമനും എൻഷുർ ചെയ്യാം. സോ എലിമിനേറ്റ് ജെൻഡർ ഡിസ്പാരിറ്റി in primary and secondary education, preferably by 2005, and in all levels of education no later than 2015. The basic target ഇതായിരുന്നു. ബേസിക് ടാർഗറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂളിങ്ങിൽ 2005-നുള്ളിൽ തന്നെ ഡിസ്പാരിറ്റികളെല്ലാം എടുത്തു കളയുക. ഐ മീൻ ജെൻഡർ ബേസിലുള്ള ഒരു ഡിവിഷനും ഉണ്ടാകാൻ പാടില്ല, മീൻസ് രണ്ട് ജെൻഡറിനെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ് എലിമിനേറ്റ് ജെൻഡർ ഡിസ്പാരിറ്റി ബൈ 2005 എന്ന് പറയുന്നത് ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ലെവലിലും, ഇത് നമ്മൾ പറഞ്ഞത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂളിംഗ് ആണെങ്കിൽ അതിന് മുകളിലുള്ള ഹയർ ലെവൽ എഡ്യൂക്കേഷനിൽ പോലും ഇനി അങ്ങോട്ടേക്ക് ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നത് 2015 വരെയാണ്. ഓക്കെ, ദാറ്റ് വാസ് ദി തേർഡ് ഗോൾ. Okay, that was the third goal. Fourth goal, reduce child mortality. Reduce by 2/3 between 1990 and 2015 the under 5 mortality rate. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കുക. അത് ടാർഗറ്റ് ചെയ്തിരുന്നത് 2015-ലാണ്. 2015 ആകുമ്പോഴേക്കും 1990-ൽ ഉണ്ടായിരുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ 2/3 ആയിട്ട് കുറയണം. ഓക്കെ, സോ ഇതാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ക്ലിയർ ആണോ? 2/3 ആയിട്ട് കുറയണം എന്നല്ല, 1/3 ആക്കുക, 2/3 കുറയണം. ദാറ്റ് മീൻസ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 1990-ൽ 100 ആയിരുന്നെങ്കിൽ 2015 ആകുമ്പോൾ
അത് 33 ആയിട്ട് കുറയണം എന്നുള്ളതായിരുന്നു ടാർഗറ്റ്. ഓക്കെ, that is the fourth goal. Fifth goal, improve maternal health. Reduce by 3 quarters between 1990 and 2015 the maternal mortality rate. That is the target 5A. Then target 5B പറയുന്നത് achieve by 2015 universal access to reproductive health. So basically maternal, ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഒരു മരണം ഇല്ലാതാക്കുക, മെറ്റേണൽ മൊർട്ടാലിറ്റി റേഷ്യോ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. അത് 3 ക്വാർട്ടറായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും യൂണിവേഴ്സൽ ആക്സസ് ഉണ്ടായിരിക്കണം. എല്ലാ കൺട്രിക്കും, അതായത് 189 രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ രാജ്യത്തും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഷ്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇതായിരുന്നു 2 ഗോൾ, ബേസിക്കലി റിലേറ്റിംഗ് ടു ഇംപ്രൂവ് മെറ്റേണിറ്റി ഓർ മെറ്റേണൽ ഹെൽത്ത്. Goal 6, combat HIV or AIDS, malaria and other diseases. ഇവിടെ ഉദ്ദേശിക്കുന്നത് have halted by 2015 and begun to reverse the spread of HIV AIDS. സോ 2015 ആകുമ്പോഴേക്കും HIV എയ്ഡ്സിനെ മൊത്തമായിട്ട് ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്രീസിങ് റേറ്റ് പൂർണ്ണമായിട്ടും കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തത് അച്ചീവ് ബൈ 2010 യൂണിവേഴ്സൽ ആക്സസ് ടു ദി ട്രീറ്റ്മെന്റ് ഫോർ HIV AIDS ഫോർ ഓൾ ദോസ് ഹു നീഡ് ഇറ്റ്. 2010 കൂടി തന്നെ എല്ലാവർക്കും HIV AIDS-ഉം എയ്ഡ്സിന്റെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആക്കുക, രോഗികൾക്ക് വേണ്ടി. ഓൾ ദോസ് ഹു നീഡ്സ് എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എല്ലാ ഇൻഡിവിജ്വൽസിനും അവൈലബിൾ ആക്കിയിരിക്കണം. ആൻഡ് തേർഡ് ടാർഗറ്റ് വാസ് have halted by 2015 and begun to reverse the incidence of malaria and other major diseases. മലേറിയ പോലുള്ള മറ്റു രോഗങ്ങളും 2015 പിടിച്ചു കിട്ടുക. ഇത്രയുമായിരുന്നു ഗോൾ 6. ഗോൾ 7ലേക്ക് പോയി കഴിഞ്ഞാൽ എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഇന്റഗ്രേറ്റ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ടു കൺട്രി പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് റിവേഴ്സ് ദി ലോസ് ഓഫ് എൻവയോൺമെന്റൽ റിസോഴ്സസ്. സോ കൺട്രിയുടെ ബേസിക് പ്രോഗ്രാംസിലും പോളിസീസിലും എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് കീപ്പിംഗ് ദി എൻവയോൺമെന്റ് ഇൻടാക്ട്. അവർക്ക് എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള, ഫ്യൂച്ചറിലേക്ക് മാറ്റി വെച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, റെഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി ലോസ്, അച്ചീവിംഗ് ബൈ 2010 എ സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ ദി റേറ്റ് ഓഫ് ലോസ്. 2010 കൂടി ബയോഡൈവേഴ്സിറ്റി ലോസിൽ കുറവ് നേടിയെടുക്കുക. ദെൻ അടുത്ത ടാർഗറ്റ്, halve by 2015 the proportion of population without sustainable access to free drinking water and basic sanitation. ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാത്ത, ബേസിക് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇല്ലാത്ത പോപ്പുലേഷന്റെ എണ്ണം കുറയ്ക്കുക. ആൻഡ് ഫൈനലി, അച്ചീവ് ബൈ 2020 a significant improvement in the lives of at least 100 million slum dwellers. സ്ലമ്മിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് ഒരു സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് 2020 കൂടി, അതായത് ഈ വർഷത്തോടുകൂടി അച്ചീവ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ടാർഗറ്റ് ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ് വാസ് അബൌട്ട് ഗോൾ 7, എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ള എയിമോട് കൂടി. ആൻഡ് ഗോൾ 8, that is the last goal, develop a global partnership for development. ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ, ഡെവലപ്പ് ഫർദർ ആൻഡ് ഓപ്പൺ റൂൾ ബേസ്ഡ് പ്രെഡിക്റ്റബിൾ നോൺ ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് സിസ്റ്റം, എല്ലാവർക്കും ആക്സസിബിൾ ആയ, എല്ലാ കൺട്രികൾക്കും ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ എല്ലാവരെയും മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ദെൻ ആക്സസ് ദി സ്പെഷ്യൽ നീഡ്സ് ഓഫ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. LDCs എന്ന് പറയും. ഡു യു നോ വാട്ട് ഈസ് ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻ? എന്താണ് LDC? ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ
ഡെവലപ്മെന്റ് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെന്റിനകത്ത് ഡെവലപ്പിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത കൺട്രീസ് ആണ്. ആഫ്രിക്കയിൽ എടുക്കുമ്പോൾ 54 കൺട്രീസിൽ 50 കൺട്രീസിനെയും LDC ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഓക്കെ, ടോട്ടൽ 54 കൺട്രികളിൽ 50 കൺട്രികളും LDCs ആണ് ആഫ്രിക്കൻ നേഷൻസിൽ. ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി സ്പെഷ്യൽ എംഫസൈസ് എടുക്കുക. ആൻഡ് ഫൈനലി അഡ്രസ് ദി സ്പെഷ്യൽ നീഡ്സ് ഓഫ് ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ്, landlocked developing countries and small island developing states. So there are some issues with landlocked countries. എന്താണ് landlocked country? landlocked ഒരു രാജ്യം, ഇത് ഈ കൺട്രി ചുറ്റും ലാൻഡ് മാത്രമാണ്, സീ ടച്ച് ചെയ്യുന്നില്ല, മറ്റു രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മംഗോളിയ ഇസ് എ ലാൻഡ് ലോക്ക്ഡ് കൺട്രി. ഓക്കെ, അങ്ങനെയുള്ള രാജ്യങ്ങൾ അവരുടെ നീഡ്സ്, ബിക്കോസ് വാട്ടർ ഷെഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രേഡ് ഡെവലപ്മെന്റും ഒക്കെ കുറവായിരിക്കും. ലാൻഡ് റൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ എക്സസീവ് ടാക്സേഷൻ ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. സച്ച് സിറ്റുവേഷൻസ് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്മോൾ ഐലൻഡ് ആൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ്, സോ ഐലൻഡ് കൺട്രീസ് ഉണ്ട്, അവരുടെ ഡെവലപ്മെന്റ് വേണ്ട ആക്ടിവിറ്റീസും ഏറ്റെടുത്ത് ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. എനി ഡൗട്ട്സ്? ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നറിയോ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ MDP, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ അല്ലാത്ത MDG അല്ലാത്ത ഗോൾ താഴെ പറയുന്നതിൽ ഏതാണ്? അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അല്ലാതെ ഓരോന്നിനും ഡീറ്റെയിൽ ചെയ്ത് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈവൻ ദോ അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ്സും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ അതിന്റെ അച്ചീവ്മെന്റ് നോക്കുകയാണെങ്കിൽ, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ അച്ചീവ്മെന്റ് നോക്കുകയാണെങ്കിൽ, ഗോൾ 1 ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് എയിം. അതിനകത്ത് നമുക്ക് പറയാം ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ബിലോ നാഷണൽ പോവർട്ടി ലൈൻ, നാഷണൽ പോവർട്ടി ലൈനിന് താഴെയുള്ള ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഓൾമോസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് പറയാവുന്ന നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു സഫർ ഫ്രം ഹങ്കർ. അത് ഒരു വലിയ പ്രശ്നമാണ്, നമ്മൾ വിചാരിച്ച രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ there are year by year ഹങ്കർ ഇൻഡെക്സ് ഈസ് ക്രിയേറ്റിംഗ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, അതൊക്കെ നമ്മളുടെ നിലവിലുള്ള ഒരുപാട് കൺസേൺഡ് ഏരിയാസ് ആണ്. ഫുഡ് സെക്യൂരിറ്റി, ഹങ്കർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് യു മൈറ്റ് ബി came to know that 2019 എൻഡോടുകൂടി തന്നെ നമ്മളുടെ യൂണിയൻ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞത് 2050 ആകുമ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ 160 ക്രോർസ് ആയി മാറുമെന്നാണ്. അതായത് ജസ്റ്റ് ഇമാജിൻ 2050 160 കോടി ജനങ്ങളുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറും. അപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഫുഡാണ്. ഓക്കെ, സോ ഈ 160 നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സീംസ് ലൈക്ക് ഇമ്പോസിബിൾ. അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അതിന് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് 2011 കണക്കുകൾ പ്രകാരം 2011 സെൻസസ് പ്രകാരം നമ്മൾ 121 ക്രോറേ ഉള്ളൂ. ആ 121 ക്രോർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഓൾമോസ്റ്റ് 10 ഇയറിനുള്ളിൽ തന്നെ 133 ആയി. അടുത്ത സെൻസസ് വരുമ്പോഴും ഈ എക്സാക്ട് ഫിഗർ നമുക്ക് പറയാൻ പറ്റൂ. ഇറ്റ് ഈസ് നിയർ 133. ഓക്കെ, സച്ച് സിറ്റുവേഷൻ അടുത്ത 30 വർഷത്തിനുള്ളിൽ വി വിൽ ബി 160 എന്നാണ് ഇപ്പോഴത്തെ പ്രഡിക്ഷൻസ് പറയുന്നത്. സച്ച് എ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഫുഡുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, ദെൻ സോ ഹങ്കർ ഈസ് എ ബേണിംഗ് ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് വലിയ അച്ചീവ്മെന്റ്സ് നടത്താൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഇൻ ദി സെൻസ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ ഗോൾ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ
ഇന്ത്യ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് ബെറ്റർമെന്റ് സാധിച്ചിട്ടുണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു കൺട്രീസ് ലൈക്ക് സൊമാലിയ, നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. സോ മോഡറേറ്റ് ഡെവലപ്മെന്റ് മാത്രമാണ് ആ ഏരിയയിൽ നമുക്ക് കാണാവുന്നത്. അടുത്തതായി ഗോൾ പ്രമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. ദാറ്റ് ഈസ് ഓൺ ദി ട്രാക്ക്. ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വിമൻ എംപവർമെന്റ് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ് ട്രാക്കിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദെൻ റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്. കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് മോർട്ടാലിറ്റിയെക്കാളും ബെറ്റർമെന്റ് ഉണ്ട്, എന്നാലും ടാർഗറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ അവിടെ സാധിച്ചിട്ടില്ല. മോഡറേറ്റ് സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ദെൻ ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, നോട്ട് അറ്റ് ഓൾ. നമ്മൾക്ക് ഇംപ്രൂവ്മെന്റ് ഇല്ല. എക്സാമ്പിൾസ് ഇന്ത്യ തന്നെ എടുത്താൽ മതി. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമാണ്. ഓക്കെ, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എടുത്താലും അതേപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എടുത്താലും ചില സംസ്ഥാനങ്ങൾ ലൈക്ക് ബീഹാർ ആൻഡ് യു പി അവരുടെ പെർഫോമൻസ് വളരെ താഴെയാണ്. വൈൽ കമ്പയറിംഗ് ടു കേരള ഈ രണ്ട് കേസിലും നമ്പർ 1 സ്റ്റേറ്റ് ഇൻ ഇന്ത്യയാണ്. ഓക്കെ, ദെൻ കോമ്പാറ്റ് HIV, എയ്ഡ്സ്, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. HIV-യുടെ പിടിച്ചുകെട്ടൽ ഒരു പരിധി വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൺ ദി റൈറ്റ് ട്രാക്ക്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മലേറിയ ആൻഡ് അതർ ഡിസീസസ്, കൺസേൺസ് ആർ ദെയർ. ഓക്കെ, മലേറിയ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് മലേറിയ ഉണ്ടാകുന്നത്? പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഷെൽട്ടർ ഇല്ല, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിന്റെ പ്രശ്നങ്ങൾ. ഈ ഒരു സിറ്റുവേഷനിൽ അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബിക്കോസ് കൺട്രീസ് ലൈക്ക്, ആസ് ഐ ഓൾറെഡി സെഡ്, LDCസിനകത്തുള്ള പ്രശ്നങ്ങൾ, ലീസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻസിന് വേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല. ഓക്കെ, അതൊരു പ്രധാന പ്രശ്നമായിട്ട് പറയാം. ദെൻ ഗോൾ 7 ആയിട്ട് പറയാവുന്നത് എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആയിരുന്നു. എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയായി ബന്ധപ്പെട്ട് നമുക്ക് റെക്കോർഡ്സ് പ്രകാരം മോഡറേറ്റ് വേയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ കൂടിയും ദി ഇഷ്യൂ റിലേറ്റിംഗ് ടു ഡ്രിങ്കിങ് വാട്ടർ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, സേഫ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ഇഷ്യൂ നമുക്ക് ഏതൊരു ആഫ്രിക്കൻ നേഷൻ എടുത്താലും കാണാൻ സാധിക്കും. അവർ കുടിക്കുന്ന വെള്ളം ഒന്ന് ചെക്ക് ചെയ്താൽ മതി, എത്രമാത്രം സേഫ് അല്ല എന്നറിയാൻ പറ്റും. ആൻഡ് ഫൈനലി ഗോൾ 8, ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ണർഷിപ്പ്. ദാറ്റ് ഈസ് ഹാപ്പനിങ്. കൺട്രീസ് എല്ലാവരും പല രീതിയിലുള്ള ഗ്ലോബൽ എഗ്രിമെന്റ്സ്, ഗ്ലോബൽ ട്രേഡ് പാർട്ണർഷിപ്പിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. സോ ഗ്ലോബൽ പാർട്ണർഷിപ്പ് നടക്കുന്നുണ്ട്. ഇത്രയുമാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. കുറെ ഡേറ്റാസ് ആണ് റിലേഷൻ ടു ഓരോ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട്, ഓരോ ഗോളുമായി ബന്ധപ്പെട്ട്. ഈവൻ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണം, അത് കണക്കാക്കുന്നത് 1000 നമ്പറിലാണ്. 1000 ബർത്തിൽ എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട്. അത് 2013 കണക്കെടുത്ത് നോക്കുമ്പോൾ 2013 മരിക്കുന്നത് 49 പേരാണ് 1000 കുട്ടികളിൽ. സോ സിറ്റുവേഷൻ എത്രമാത്രം മോശമാണെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കി വെച്ചേക്കുക. സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി സിനാരിയോ. അതിനുവേണ്ടി മാത്രം സസ്റ്റൈനബിൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ജസ്റ്റ് ഫോർ ദി റെഫറൻസ്, നത്തിങ് മോർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നിലവിൽ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അത് അഗെയിൻ UN 2015 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എൻഡ് ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്ത നെക്സ്റ്റ് സെറ്റ് ഓഫ് ഗോൾസ് ആണ്. അറ്റ് ദി യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് ഓൺ 25th September 2015, വേൾഡ് ലീഡേഴ്സ് അഡോപ്റ്റഡ് 2030 agenda for sustainable development, which includes a set of 17 sustainable development goals and 169 targets. ആ ഒരു നമ്പേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും 169 ടാർഗറ്റ്സുമാണ് സെറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ദെൻ ദി ബേസിക് എയിം ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് അവർ വേൾഡ്. നമ്മളുടെ വേൾഡിനെ മാറ്റുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ബേസിക് എയിം. ഓക്കെ, so what do you mean by sustainable development? Sustainable development means
എല്ലാ ഏരിയയിലും ഡെവലപ്മെന്റ് ഉണ്ടാകണം, ഒരു ഏരിയയിൽ മാത്രമല്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി സോഷ്യൽ, ഇക്കണോമിക് ഓർ എൻവയോൺമെന്റ്. എല്ലാ ആസ്പെക്റ്റും സസ്റ്റൈനബിൾ ആയിരിക്കണം, എല്ലാ ആസ്പെക്റ്റും ബെയറബിൾ ആയിരിക്കണം ആൻഡ് വയബിൾ ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഓവറോൾ ഡെവലപ്മെന്റ് ആണ് വിത്തൗട്ട് കോംപ്രമൈസിങ് എനിത്തിങ്. ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി എൻവയോൺമെന്റിനെ നശിപ്പിക്കുക, അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാകാൻ പാടില്ല. എല്ലാത്തിലും ഒരേ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടെന്ന് എഷ്യൂർ ചെയ്യാൻ സാധിക്കണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then let's see what are the goals. First, no poverty. That is the first goal. Second, zero hunger. As I already told you, this is a burning question. Third, good health and well-being. Good health and well-being. Fourth one is quality education. നമ്മൾ നേരത്തെ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് മാത്രമാണ് ചെക്ക് ചെയ്തതെങ്കിൽ ഇവിടെ ടേമിലുള്ള ചേഞ്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. റിലേറ്റിംഗ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നോട്ട് ലൈക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നതല്ല, എഡ്യൂക്കേഷൻ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ സാധിക്കണം. ഫിഫ്ത്ത്, ജെൻഡർ ഇക്വാലിറ്റി. സിക്സ്ത്, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഫുഡിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ലീൻ വാട്ടറും സാനിറ്റേഷനും. ദെൻ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. നയൻത് വൺ, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. 10th one, reduced inequalities. 11, sustainable cities and communities. Sustainable cities എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൻഡ് നമ്മൾ കുറച്ച് സിറ്റികൾ സസ്റ്റൈനബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. സസ്റ്റൈനബിൾ സിറ്റീസ് എന്ന് പറയുമ്പോൾ വി മസ്റ്റ് ഫോം സിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള സിറ്റീസ്, വേസ്റ്റേജ് കുറച്ചുകൊണ്ട്, എൻവയോൺമെന്റ് ഹസാർഡ്സ് ഇല്ലാതെ, അങ്ങനെയുള്ള സിറ്റി ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ സിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. കൺസംഷൻ ആയാലും പ്രൊഡക്ഷൻ ആയാലും റെസ്പോൺസിബിൾ ആകുക എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദെൻ ക്ലൈമറ്റ് ആക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. ദെൻ ലൈഫ് ബിലോ വാട്ടർ. ദർ ഇസ് എ സ്പെഷ്യൽ കൺസേൺ ഫോർ ലൈഫ് ബിലോ വാട്ടർ. ബിക്കോസ് ഈവൻ നമ്മളുടെ ഹ്യൂമൻ ബീയിങ് വന്നതോടുകൂടിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഹ്യൂമന്റെ ബിഹേവിയർ അണ്ടർ വാട്ടർ എത്രമാത്രം മലിനമാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഈവൻ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക്കും അതേപോലെ പ്ലാസ്റ്റിക് മെയ്ഡ് പ്രൊഡക്ട്സുമാണ്. ലൈക്ക് എ സ്ട്രോ, ഒരു സ്ട്രോ തന്നെ എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് നമുക്കറിയാം. അത് സ്ട്രോയുടെ യൂസേജ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ബാൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഇതെല്ലാം റീയൂസബിൾ അല്ല. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞ് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുമ്പോൾ ആ ത്രോ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി എവിടെ എത്തിപ്പെടുന്നു, അത് ആർക്കാണ് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് there is a special concern, there is a separate provision, separate goal with regard to life under water. Next is life on land. അണ്ടർ വാട്ടർ ചെക്ക് ചെയ്തു, അടുത്തത് ലൈഫ് ഓൺ ലാൻഡ്. ദെൻ പീസ് ആൻഡ് ജസ്റ്റിസ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ പീസ് ആൻഡ് ജസ്റ്റിസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി യുഎന്റെ ഒപ്പം നിൽക്കുന്ന ഡിഫറെന്റ് ഓർഗനൈസേഷൻസും ക്രിയേറ്റ് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാം. ആൻഡ് ഫൈനലി പാർട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. ഈ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സ് ഡെവലപ്പ് ചെയ്യുക. രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഗോൾസിന് വേണ്ടി ട്രൈ ചെയ്യാം. ഇത്രയുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അച്ചീവ് ചെയ്യേണ്ട ടൈം പീരീഡ് എന്നാണ് ലാസ്റ്റ് ഇയർ. ഈ ടാർഗറ്റ്സ് ഓൾറെഡി അറിയപ്പെടും, 2030 അജണ്ട എന്നും അറിയപ്പെടും. 2030 ആകുമ്പോഴേക്കും ഈ ടാർഗറ്റുകളെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. So first thing is no poverty. So target set ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ഫോർ ഓൾ പീപ്പിൾ എവരിവെയർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എമൗണ്ട് ആണ് എക്സ്ട്രീം പോവർട്ടിയെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം $1.25 ഏൺ ചെയ്യുന്നില്ലെങ്കിൽ അത് എക്സ്ട്രീം പോവർട്ടിയെ ഡിനോട്ട് ചെയ്യുന്നു. അത് മിനിമം ലെവലിൽ $1.25 എങ്കിലും ഒരു ഇൻഡിവിജ്വലിന് ഏൺ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. 2015 നമ്മുടെ അജണ്ട അത് തന്നെയായിരുന്നു. 2030 എത്തുമ്പോഴും ആ അജണ്ടയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ബിക്കോസ് ഇപ്പോഴും ഈ ലെവലിൽ താഴെയാണ്
ഭൂരിഭാഗം ആളുകളും. നെക്സ്റ്റ്, by 2030, ensure that all men and women in particular and the poor and the vulnerable have equal rights to economic resources as well as access to public services, ownership, control over land and other forms of poverty, inheritance, natural resources, appropriate new technology, financial services. So basically, equal right to economic justice or economic resources assure ചെയ്യാം. എക്കണോമിക് റിസോഴ്സസിന് ഈക്വൽ റൈറ്റ് ഉണ്ടെന്ന് അഷ്യൂർ ചെയ്യാം. ഓക്കെ, ആൻഡ് ദർ ഇസ് എ ഫണി ഫാക്ട്. നമ്മൾ ഇക്വാലിറ്റിയെ പറ്റി പറയുന്നുണ്ടെങ്കിലും ദി ഫാക്ട് ഈസ് ദാറ്റ് വിമന്റെ കയ്യിലുള്ള ലാൻഡ് ഹോൾഡിങ്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ് വിൽ ബി അറൌണ്ട് വിമൻ ഈസ് ടു മെൻ എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 10%. 10% എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണ്. അതിലൊക്കെ താഴെയാണ് ആക്ച്വലി വിമന്റെ ലാൻഡ് ഹോൾഡിങ്സ് വരുന്നത്. ഓക്കെ, വിമന്റെ പേരിലുള്ള ലാൻഡ് ഹോൾഡിങ്സ് വരുന്നത്. ദാറ്റ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. സോ ആ ഒരു ചോദ്യങ്ങളൊക്കെ കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. സോ പോവർട്ടി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ. ദി വേൾഡ്സ് ഹങ്കർ ഈസ് ഗെറ്റിംഗ് റെഡിക്കുലസ്. ദർ ഈസ് മോർ ഫ്രൂട്ട് ഇൻ എ റിച്ച് മാൻസ് ഷാംപൂ ദാൻ ഇൻ എ പുവർ മാൻസ് പ്ലേറ്റ്. സോ ദാറ്റ് ഈസ് ദി ഇഷ്യൂ. That is the basic fear that we face. Moving on, second agenda: end hunger, achieve food security and improve nutrition and promote sustainable agriculture. So the word is sustainable agriculture. Sustainable agriculture promote here. By that we must be able to achieve food security. Hunger കുറയ്ക്കണം, ഫുഡ് സെക്യൂരിറ്റി അഷ്യൂർ ചെയ്യണം, ന്യൂട്രീഷൻ അഷ്യൂർ ചെയ്യണം, ആൻഡ് വി മസ്റ്റ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇതാണ് ഗോൾ 2. സോ ഇവിടെയാണ് നമുക്ക് വേണ്ട ഒരു മേജർ പോയിന്റ് ഉള്ളത്. ആ മേജർ പോയിന്റ് ഇതാണ്. ഓക്കെ, ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ മാൽന്യൂട്രീഷൻ ഇല്ലായ്മ ചെയ്യുക. ഓക്കെ, അതും 2030 അജണ്ടയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാം. അത് മതി. മൂവിങ് ഓൺ, തേർഡ് ഗോൾ: എൻഷുർ ഹെൽത്തി ലൈഫ്സ് ആൻഡ് പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് ഓൾ അറ്റ് ഓൾ ഏജസ്. എല്ലാ ഏജ് ഗ്രൂപ്പിന്റെയും വെൽബീയിങ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ബെറ്റർ ആക്കുക, ഹെൽത്തി ആക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ടാർഗറ്റുകളെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ലൈക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 70% എങ്കിലും കുറയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രിവെന്റബിൾ ഡെത്ത്സ് ഓഫ് ന്യൂ ബോൺസ് ആൻഡ് ചിൽഡ്രൻ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ എയ്ഡ്സ്, ട്യൂബർകുലോസിസ്, മലേറിയ പോലുള്ള നെഗ്ലക്റ്റഡ് ഡിസീസസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ദെൻ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ പ്രിവെൻഷനും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ബേസിക്കലി ഹെൽത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി അതർ ഫാക്ടേഴ്സ് ദാറ്റ് വെയർ ഡിസ്കസ്ഡ് ബൈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. നമ്മൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് കണ്ടതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ദെൻ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയതാണ്. അതെല്ലാം ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ഗോൾ 4: എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് പറയുന്നത് എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ്. സോ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ദെൻ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക. ജീവിതം മൊത്തം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ. By 2030, ensure that all girls and boys have access to quality early childhood development care, pre-primary education, so that they are ready for primary education. So, you must know one thing. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21A പറഞ്ഞിരുന്നു. പറഞ്ഞപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് 6 to 14. ഓക്കെ, ബട്ട് ദ ഇഷ്യൂ ഇസ് ദാറ്റ് 6 വരെ അവരെങ്ങനെ ജീവിക്കുന്നു? ഈ പ്രൈമറിക്ക് മുമ്പ് ഒരു പ്രീ പ്രൈമറി സിറ്റുവേഷൻ ഉണ്ട്.
കുട്ടികൾ പല വഴിക്ക് പോകാനും അവരുടെ പല രീതിയിൽ ജീവിക്കാനുമുള്ള സാഹചര്യങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ഈ പ്രീ പ്രൈമറി സ്റ്റേജിലാണ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. സോ ആ പ്രീ പ്രൈമറി സ്റ്റേജിൽ അവരുടെ പ്രൊട്ടക്ഷനും അവരുടെ എഡ്യൂക്കേഷനും കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ ലെവലിൽ ഇത് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ, സോ 2030 അജണ്ട പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് ക്യാൻ സി പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, അതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. ദെൻ 2030 by 2030 eliminate gender disparities in education and ensure equal access to all levels of education. എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും എല്ലാവർക്കും എത്തിച്ചേരാനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം, എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് ഗോൾ 4 പറയുന്നത്. ഗോൾ 5 അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. സോ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ ഡിസ്ക്രിമിനേഷൻസും ഇല്ലാതെയാക്കുക. ദെൻ എലിമിനേറ്റ് ഓൾ ഫോംസ് ഓഫ് വയലൻസ്, മേ ബി ട്രാഫിക്കിംഗ്, സെക്ഷുവൽ വയലൻസ്, അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ലോകത്തുനിന്ന് തന്നെ തുടച്ചു നീട്ടുക. ദെൻ എലിമിനേറ്റ് ഓൾ ഹാംഫുൾ പ്രാക്ടീസസ് സച്ച് ആസ് ചൈൽഡ് എയർലി ആൻഡ് ഫോഴ്സ്ഡ് മാരേജസ് ആൻഡ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ ഈവിൾസ് ഇന്നും നമുക്ക് കാണാം. ഈ സോഷ്യൽ ഈവിൾസിനെ ഇല്ലായ്മ ചെയ്യുക. ചൈൽഡ് മാരേജ് ആയാലും ഫോഴ്സ്ഡ് മാരേജ് ആയാലും ചിൽഡ്രൻസ് ട്രാഫിക്കിംഗ് ആയാലും ദെൻ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ആയാലും ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ടാർഗറ്റിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ദെൻ എൻഷുർ യൂണിവേഴ്സൽ ആക്സസ് ടു സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്. സോ സെക്ഷുവൽ ഹെൽത്തും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ദെൻ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ പറ്റിയും കൃത്യമായിട്ട് അറിയാനുള്ള ഒരു ഫെസിലിറ്റി ഇവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, then let's move on to the goal 6, ensure access to water and sanitation for all. Access to water and sanitation. So aim പറയുന്നത് access to safe and affordable drinking water എല്ലാവർക്കും കിട്ടണം. രണ്ടാമതായിട്ട് ഇംപ്രൂവ് വാട്ടർ ക്വാളിറ്റി, പൊല്യൂഷൻ കുറച്ചുകൊണ്ട് അതേപോലെ ഡംപിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കിക്കൊണ്ട് വാട്ടർ ക്വാളിറ്റി ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടത്തുക എന്നുള്ളതാണ് ഗോൾ 6 പറയുന്നത്. ഗോൾ 7 എൻഷുർ ആക്സസ് ടു അഫോർഡബിൾ, റിലയബിൾ, സസ്റ്റൈനബിൾ ആൻഡ് മോഡേൺ എനർജി ഫോർ ഓൾ. സോ മോഡേൺ എനർജി നമ്മൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ട്രഡീഷണൽ സോഴ്സ് ഓഫ് എനർജി, ട്രഡീഷണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന എനർജി റിസോഴ്സസിനെ പറ്റിയല്ല, ചില പ്രാക്ടീസസ് ഉണ്ട്. ലൈക്ക് വൈ LPG program was introduced. LPG program ഇല്ലേ ഇന്ത്യയുടെ, ഉജ്ജ്വല എന്ന് പറയും, ഉജ്ജ്വല യോജന കേട്ടിട്ടുണ്ടോ? Yes or no? കേട്ടിട്ടില്ല? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോട്ടോയൊക്കെ വെച്ച് കൈവൊക്കെ വയ്ക്കുന്ന പടമൊന്നും കണ്ടിട്ടില്ല? ഉജ്ജ്വല യോജന ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ല? ഓക്കെ, ഫൈൻ. ഉജ്ജ്വല യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വീടുകളിലും ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് വീട്ടിലെ സ്ത്രീയുടെ പേരിലായിരിക്കും ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുക. അതിനുവേണ്ടിയാണ് സബ്സിഡി ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കീംസ് അതിനകത്തുണ്ടായിരുന്നു. സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി വേണ്ട എന്ന് വെക്കണം, സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് കണക്ടിവിറ്റി എന്നുള്ള രീതിയിൽ. സോ ഗ്യാസ് കണക്ഷൻ എഷ്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള സ്കീമായിരുന്നു ഉജ്ജ്വല യോജന. ഓക്കെ, ഈ ഉജ്ജ്വല യോജന പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ്. ഇത്തരത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നോർത്തേൺ സൈഡിലേക്ക് വരുമ്പോൾ അവർ ചെയ്തിരുന്നത് കൗഡങ്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്യാസ് കത്തിക്കുന്ന ഒരു രീതി, ഐ മീൻ ഗ്യാസ് അല്ല, സ്റ്റൗ കത്തിക്കുന്ന രീതിയിലുള്ള ഫോസിൽ ഫ്യൂവൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ്. സോ പക്ഷേ ആക്ച്വലി ഇത് ഹസാഡസ് ആണ്. ഇത്തരത്തിലുള്ള പുക ശ്വസിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്ന് റിസർച്ചുകൾ പറയുന്നുണ്ട്. സച്ച് സിറ്റുവേഷൻസ് അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള എനർജി റിസോഴ്സസ് വീടുകളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉജ്ജ്വലയുടെ ബേസിക് എയിം. ഓക്കെ, സോ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സി എൻഷുർ ആക്സസ് ടു
affordable, reliable and sustainable and modern energy for all. So affordable energy ആയിരിക്കണം, reliable energy ആയിരിക്കണം, modern energy ആയിരിക്കണം. Modern energy എന്ന് പറയാനുള്ള റീസൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. Next, goal 8, promote inclusive and sustainable economic growth, employment and decent work for all. എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, സസ്റ്റൈനബിൾ ആയിരിക്കണം, സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് എഷ്യൂർ ചെയ്യാൻ സാധിക്കണം, ഡീസന്റ് വർക്ക് എല്ലാ ഇൻഡിവിജ്വൽസിനും കിട്ടണം. ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 8 പറഞ്ഞിട്ടുണ്ട്. 9th one, build resilient infrastructure, promote sustainable industrialization and foster innovation. റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക. ഓക്കെ, അതായത് എൻവയോൺമെന്റിനെ ഹാം ചെയ്യാത്ത രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക, ദെൻ ഫോസ്റ്റർ ഇന്നോവേഷൻ, പുതിയ പുതിയ ഐഡിയാസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 9 പറയുന്നത്. ദെൻ 10th one, reduce inequality within and among countries. രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്നിക്വാലിറ്റി ഇല്ലാതെയാക്കുക, ഒറ്റയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് റെഡ്യൂസ് ഇനിക്വാലിറ്റി വിത്തിൻ ആൻഡ് എമംഗ് കൺട്രീസ്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൺസെപ്റ്റ് എന്ന് പറയും. ദെൻ ഗോൾ 11, മേക്ക് സിറ്റീസ് ഇൻക്ലൂസീവ്, സേഫ്, റെസിലിയന്റ് ആൻഡ് സസ്റ്റൈനബിൾ. ഇൻക്ലൂസീവ്, safe and resilient and sustainable. By 2030, ensure access to all adequate, safe, affordable housing and basic services and upgrade slums. Slum developmentum, affordable housing ഫെസിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അതുകൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം, വാട്ടർ റിലേറ്റഡ് ഇഷ്യൂസ്, ഇതെല്ലാം നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഫ്ലഡ് ഇല്ലായ്മ ചെയ്യുക, ഫ്ലഡ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക, ഇതൊക്കെ ഈ ഒരു പ്രൊവിഷന്റെ പാർട്ടായിട്ട് നമുക്ക് പറയാം. 12th one, ensure sustainable consumption and production patterns. Sustainable consumption and production patterns. So കൺസംഷനും പ്രൊഡക്ഷനും സസ്റ്റൈനബിൾ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. Then 13th one, take urgent action to combat climate change and its impact. സോ ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മേജർ പ്രശ്നങ്ങൾ? നമ്മളുടെ ക്ലൈമറ്റ് കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ 1 ഡിഗ്രി എങ്കിലും കൂടിയിട്ടുണ്ട്. സോ 1 ഡിഗ്രി കൂടുന്ന അത്ര വലിയ പ്രശ്നമല്ല എന്ന് തോന്നരുത്. ബിക്കോസ് 1 ഡിഗ്രി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐസ് ബിഗൻ ടു മെൽറ്റ്. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഐസ് ക്യാപ്സ് ഉണ്ട്, ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. സീ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കരയായിട്ടിരിക്കുന്ന ഭാഗങ്ങൾ പലതും കടലായിട്ട് മാറും. സോ അതോടൊപ്പം തന്നെ ഐസ് ക്യാപ്സിന്റെ അടിയിൽ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന പല രീതിയിലുള്ള വൈറസുകൾ ഉണ്ടാകും. അത് വർഷങ്ങളായി ഐസ് ക്യാപ്പിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്നവയാകാം. അവ റിലീസ് ചെയ്ത് പുറത്തു വരാനുള്ള ഇഷ്യൂസും പുറത്തു വന്നാലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ്, നമ്മളിവിടെ നിന്ന് ഇല്ലായ്മ ചെയ്ത സ്മോൾ പോക്സ് പോലുള്ള വൈറസുകൾ, അങ്ങനെയുള്ള വൈറസുകൾ തിരിച്ചു വരാനും ഇത്തരത്തിലുള്ള ഗ്ലോബൽ വാർമിംഗ് കാരണമായിട്ട് മാറും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആൻഡ് വി ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ദെൻ 14th one, conserve and sustainably use of oceans, seas and marine resources. സോ മറൈൻ എക്സ്പ്ലോറേഷൻ, അതിനകത്ത് ഒരു സസ്റ്റൈനബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ചുമ്മാ അങ്ങോട്ടേക്ക് മറൈൻ റിസോഴ്സ് മൊത്തം എടുത്ത് തീർക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഫിഷിംഗ് ആയാലും അങ്ങനെയുള്ള അതുകൊണ്ടാണ് നമ്മൾ കാണാറുണ്ടല്ലോ ഫിഷിങ്ങിന് വിടാത്ത ചില സാഹചര്യങ്ങൾ. സോ ലൈക്വൈസ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് ഒക്കെ ഈ പറയുന്ന ഫിഷിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, മറൈൻ റിസോഴ്സസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ ബൈ 2025, prevent and significantly reduce marine pollution of all kinds, in particular from land-based activities including marine debris and nutrient pollution. So basically എല്ലാ രീതിയിലുള്ള മറൈൻ പൊല്യൂഷൻസും ഒഴിവാക്കുക, മറൈൻ പ്രൊട്ടക്ഷന് വേണ്ടി ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ 14 ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then goal 15, sustainably manage forest, combat desertification,
halt and reverse land degradation, halt biodiversity loss. സോ ബയോഡൈവേഴ്സിറ്റി ഇഷ്യൂസ് ഒക്കെ ഇല്ലാതെ ചെയ്തുകൊണ്ട് നമുക്ക് ഫോറസ്റ്റ് കവർ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, സോ ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ എത്ര ശതമാനം ഫോറസ്റ്റ് കവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഓപ്ഷൻസ്: എ 0, ബി 2%, സി 3%, ഡി 5%. ആൻസർ പറയൂ. Hope the question is clear, right? കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ 2010 തൊട്ട് 2019 വരെയുള്ള സിനാരിയോ എടുക്കുകയാണെങ്കിൽ എത്ര ശതമാനം ഫോറസ്റ്റ് കവറാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ is 0, സെക്കൻഡ് ഓപ്ഷൻ 1, തേർഡ് ഓപ്ഷൻ 2, ഫോർത്ത് ഓപ്ഷൻ 5. %, കുറേ ആളുകൾ പറഞ്ഞല്ലോ. ഓക്കെ, ഫൈൻ. സോ 2, 5. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് 0. ഓക്കെ, 0%, ബിക്കോസ് ഫോറസ്റ്റ് കവർ നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 9.5 എന്നുള്ളത് 9.75, 10ലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് കവറിൽ നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല ഇന്ത്യയിലുള്ള ടോട്ടൽ ഫോറസ്റ്റ് കവർ. ഓക്കെ, സോ അവിടെ മാത്രമാണ് നമുക്കൊരു ഗെയിൻ പറയാവുന്നത്, നഷ്ടമില്ല എന്ന് പറയാവുന്ന ഏരിയ ഫോറസ്റ്റിന്റെ കേസിലാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. 16th one. Peace and justice. Promote just, peaceful and inclusive societies. Significantly reduce all forms of violence relating to death rate everywhere. So basically justice എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് എൻഷുർ ചെയ്യുക, ഇൻക്ലൂസീവ് സൊസൈറ്റീസ് ഡെവലപ്പ് ചെയ്യുക. അതുവഴി ഉദ്ദേശിക്കുന്നത് എല്ലാ ഫോം ഓഫ് വയലൻസ് ഏത് രീതിയിലുള്ളതായാലും അത് മൊത്തം ലോകത്ത് നിന്നും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഡെത്ത് റേറ്റ് ഡെത്ത് റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാന എയിം. സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് കറപ്ഷൻ ആൻഡ് ബ്രൈബറി ഇൻ ഓൾ ദെയർ ഫോംസ്. കറപ്ഷൻ ആൻഡ് ബ്രൈബ്സ് ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക. ലാസ്റ്റ് വൺ ഈസ് revitalize the global partnership for sustainable development. Revitalize. So global partnership ensure ചെയ്യുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്. എല്ലാ മെമ്പർ കൺട്രീസും ഒരുമിച്ച് നിന്നുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ലാസ്റ്റ് വൺ. സോ അതിനൊരു ഷോർട്ട് കീ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ക്ലിയർ ആണോ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Okay. So there is one more topic. ഈ ടോപ്പിക് കൂടി ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ബേസിക്കലി എൻവയോൺമെന്റൽ ഇഷ്യൂനെ നമുക്ക് ബോർഡായിട്ട് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ലോക്കൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് റീജിയണൽ ഓർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ലോക്കൽ എൻവയോൺമെന്റൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ തൊട്ടടുത്ത നമ്മളുടെ ലൊക്കാലിറ്റിയിൽ ഒരു ലോക്കൽ റീജിയനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ ലൈക്ക് വേസ്റ്റ് ഡിസ്പോസൽ ഇഷ്യൂ, water scarcity, then desertification, pollution, endangered species, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. Then when it comes to global level environmental issues, it includes global warming, ocean acidification, then pollution, acid rain, ozone depletion, polar melting. Okay, so do you know all these things? കേൾക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? I won't say this one is an issue right now. ഓസോൺ ഡിപ്ലീഷൻ ഇപ്പോൾ ഒരു ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസോൺ ഡിപ്ലീഷനിൽ ഏറ്റവും വലിയ ഹോള് ഓൾറെഡി റീഗെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഹോൾ അടഞ്ഞു. 2018 എൻഡോടുകൂടി 2019 മിഡോടുകൂടിയാണ് അന്ന് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തത്. തനിയെ ആ ഓസോൺ ഹോള്
കവർ ചെയ്യപ്പെട്ടു. Okay. Now it's about pollution and all those things that we will be discussing in the next class. And the plan, actually, നമ്മളുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ അക്കൗണ്ടിങ്ങോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ബാച്ച് അത് ഈ വീക്കോടുകൂടി എൻഡ് ചെയ്യുവാണ്. ഓക്കെ, അക്കൗണ്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത, അതായത് സെക്കൻഡ് പേപ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ICT-യിലാണ്. ICT-യിൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് പേപ്പർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ബാച്ച്, ആ ബാച്ച് നമ്മൾ ഈ വീക്കോട് കൂടി എൻഡ് ചെയ്യാണ്. സോ ഈ വീക്ക് മൊത്തം നമ്മൾ കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദി ഓൾറെഡി ഗിവൺ സിലബസ്. ആൻഡ് മൺഡേ ഓൺവേർഡ്സ് നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ നോർമൽ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഡൗട്ട്സ് വല്ലതുണ്ടോ? ഈ വീക്കിലെ റിവൈസ്ഡ് ഷെഡ്യൂൾ ഞാൻ കുറച്ച് നേരങ്ങൾക്ക് ഇടയിൽ തന്നെ ഇടാൻ ശ്രമിക്കാം. ഈ സൺഡേക്കുള്ളിൽ തന്നെ നമ്മൾ ആ പോർഷൻസ് എല്ലാം തീർക്കും. ഓക്കെ, താങ്ക് യു എവരി വൺ, താങ്ക് യു വെരി മച്ച്.